വൈദേശിക ആക്രമണങ്ങളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. വിദേശാക്രമണം നമ്മൾ പറഞ്ഞു. അത് കഴിഞ്ഞാൽ അശോകാസ് പോളിസീസ്. അശോകാസ് പോളിസീസ് itself one of the reason for the decline of Mauryan Empire. ചില ചരിത്രകാരന്മാർ പറയുന്നത് അശോകന്റെ ബുദ്ധമത നയം, ധമ്മനയം, പ്രധാനമായും പോളിസി ഓഫ് നോൺ വയലൻസ് ആൻഡ് പെസിഫിസം. പെസിഫിസം എന്ന് പറഞ്ഞാൽ സമാധാനപരമായ നിലയിൽ യുദ്ധനിരാസം, യുദ്ധത്തെ നിരോധിക്കുന്ന തരത്തിലുള്ള നയം, അത് സാമ്രാജ്യത്തെ ദുർബലപ്പെടുത്തി എന്നുള്ളത്. അപ്പം നോൺ വയലൻസ് നിലനിൽക്കുന്നിടത്ത് യുദ്ധങ്ങളെ തള്ളി പറയേണ്ടി വരും, യുദ്ധങ്ങൾ ഇല്ലാതാക്കേണ്ടി വരും. യുദ്ധങ്ങൾ, സിൻസ് ഹി സ്റ്റോപ്ഡ് വൈജിങ് വാർ, ഫോറിൻ പവേഴ്സ് വേർ ട്രൈ ടു പെനിട്രേറ്റ് ദ എംപയർ. വൈദേശിക ആക്രമണങ്ങളൊക്കെ അങ്ങനെയാണ് വരാൻ തുടങ്ങുന്നത്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ബുദ്ധമതത്തിൻ്റെ പ്രൊപ്പഗേഷന് വേണ്ടിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ നയങ്ങളെല്ലാം, ധമ്മനയങ്ങളെല്ലാം ഇതിനെ, രാജ്യത്തെ ദുർബലപ്പെടുത്തി. അതുപോലെ തന്നെ സൈന്യത്തെ ദുർബലപ്പെടുത്തി. അങ്ങനെയുള്ള ഒരുപാട് കാരണങ്ങൾ അതോ അശോകൻ്റെതായ നയത്തിൻ്റെ, അശോകൻ പിന്തുടർന്ന ചില പോളിസിയുമായി ബന്ധപ്പെട്ടുണ്ടാകുന്നുണ്ട്. ഇതെല്ലാം ഈ സാമ്രാജ്യത്തിൻ്റെ തകർച്ചയ്ക്കുള്ള കാരണമായി മാറുന്നു. ദെൻ ബ്രാഹ്മണിക്കൽ റിയാക്ഷൻ, ബ്രാഹ്മണ മതത്തിൻ്റെ ഒരു പ്രതിഷേധം, ബ്രാഹ്മണ വിഭാഗങ്ങളുടെ ഒരു പ്രതിഷേധം. മൗര്യൻ സാമ്രാജ്യത്തിൻ്റെ സ്ഥാപകനായ ചന്ദ്രഗുപ്ത മൗര്യൻ ഒരു ജൈനമത വിശ്വാസിയായി മാറുന്നു. അശോകൻ ബുദ്ധമതത്തിൻ്റെ അനുയായി ആവുകയും ബുദ്ധമത പ്രചാരണത്തിന് വേണ്ടി നിലകൊള്ളുകയും ചെയ്യുന്നു. അപ്പോൾ ഈ കാലഘട്ടത്തിൽ ഇവരുടെ പ്രജകളിൽ വലിയൊരു വിഭാഗം വൈദിക മതത്തിൻ്റെ ഫോളോവേഴ്സാണ്. അതിനകത്ത് തന്നെ ഒരു ബ്രാഹ്മണ ജാതിവ്യവസ്ഥ, നമുക്കറിയാം, ജാതിവ്യവസ്ഥയുടെ ഒരു കാലഘട്ടത്തിൽ ഒരു ബ്രാഹ്മണ മേധാവിത്വം സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം അശോകന്റെ ബുദ്ധമത നയവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ബ്രാഹ്മണ വിരുദ്ധമായ ചില നടപടികൾ അദ്ദേഹം സ്വീകരിച്ചു. അദ്ദേഹം അനിമൽ സ്ലോട്ടർ, മൃഗബലി നിരോധിച്ചു. മൃഗങ്ങളെ അനുഷ്ഠാനങ്ങൾക്ക് വേണ്ടിയോ സാക്രിഫൈസുകൾക്ക് വേണ്ടിയുള്ള മൃഗബലി അശോകൻ നിരോധിച്ചു. പ്രധാനമായും അദ്ദേഹത്തിൻ്റെ നോൺ വയലൻസ്, ഒന്നിനെയും ഹിംസിക്കരുത് എന്ന നയവുമായി ബന്ധപ്പെട്ട് ഉണ്ടായ നടപടിയാണ്. അപ്പോൾ ഇത് ബ്രാഹ്മണ സെന്റിമെന്റ്സിനെ വ്രണപ്പെടുത്തുകയും അവർ ഈ സാമ്രാജ്യത്തിൻ്റെ ശത്രുക്കളായി മാറി എന്നുള്ളത് ചില ചരിത്രകാരന്മാർ മുന്നോട്ട് വെക്കുന്ന ഒരു തിയറിയാണ്. എന്നാൽ ഇതിന് അടിസ്ഥാനമില്ല എന്ന് പറയുന്ന ഒരു ചരിത്ര വിഭാഗമുണ്ട്. അവർ പറയുന്നത് അശോകന്റെ ശാസനങ്ങളിൽ അദ്ദേഹം ബ്രാഹ്മണന്മാരെ ബഹുമാനിച്ച എന്നായി പറയുന്ന വസ്തുതകളെല്ലാം പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ പുഷ്യാമിത്ര സുങ്കൻ, അദ്ദേഹം ഒരു ബ്രാഹ്മണനാണ്. അദ്ദേഹം മൗര്യൻ സാമ്രാജ്യത്തിലെ മൗര്യൻ സൈന്യത്തിന്റെ കമാൻഡർ ഇൻ ചീഫ് എന്ന് പറയുന്ന പൊസിഷനിലേക്ക് ഉയർന്നു. അപ്പം കൃത്യമായൊരു ബ്രാഹ്മണ വിരുദ്ധ നയം അശോകൻ ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നു. എന്നാൽ ബ്രാഹ്മണ വിഭാഗത്തിന്റെ ഒരു പ്രതിഷേധം കൊണ്ട് മൗര്യ സാമ്രാജ്യം തകർന്നു എന്ന് ചില ചരിത്രകാരന്മാർ വിശ്വസിക്കുന്നു. ഇതൊരു ഒരു തിയറിയാണ്. പിന്നീട് വരുന്ന ഇന്റേണൽ റിവോൾട്ട്, ആഭ്യന്തരമായ പ്രശ്നങ്ങൾ, ആഭ്യന്തര കലാപങ്ങൾ. ഈ ആഭ്യന്തര കലാപം എന്ന് പറയുമ്പോൾ പുഷ്യാമിത്ര സുങ്കൻ മൗര്യൻ സാമ്രാജ്യത്തിനകത്തുള്ള ഒരാളാണ്. അദ്ദേഹമാണ് ബൃഹദ്രഥനെതിരെ സംഘർഷം ഉണ്ടാക്കുന്നത്, ഒരു ആഭ്യന്തര കലാപം ഉണ്ടാക്കുന്നത്. ഈ ആഭ്യന്തര കലാപം പിന്നെ ചെറിയ പ്രോവിൻഷ്യൽ ആയിട്ടുള്ള ചില പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇന്റേണൽ റയറ്റ്സിങ്. ഹർഷചരിത എന്ന് പറയുന്ന കൃതിയിൽ ബാണൻ അതിനെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ആഭ്യന്തരമായ പ്രശ്നങ്ങളും ഒക്കെയാണ് മൗര്യൻ സാമ്രാജ്യത്തിൻ്റെ തകർച്ചയ്ക്കുള്ള കാരണമായി മാറുന്നത്. ഇത്തരമുള്ള കാര്യങ്ങളാണ് ഇതിനകത്ത് പറയാനുള്ളത്. മൗര്യൻ സാമ്രാജ്യത്തിൻ്റെ തകർച്ചയ്ക്കുള്ള കാരണങ്ങൾ, പ്രധാനപ്പെട്ട സിദ്ധാന്തങ്ങൾ ചോദിക്കാം. ഈ മൗര്യൻ സാമ്രാജ്യത്തെക്കുറിച്ച്, അഡ്മിനിസ്ട്രേഷനെ കുറിച്ച് വലിയൊരു എസ്സേ ചോദിക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു കൺക്ലൂഡിങ് പോർഷനായിട്ട് ഈ സാമ്രാജ്യത്തിൻ്റെ തകർച്ചയ്ക്കുള്ള കാരണമായിട്ട് എഴുതാം. ബുദ്ധമതത്തിന്റെ പ്രോത്സാഹനത്തിന് വേണ്ടി അശോകൻ ചെയ്തതിനെ കുറിച്ച് ചോദിക്കുമ്പോൾ ധമ്മ നയവുമായി ബന്ധപ്പെട്ട്, കലിംഗ യുദ്ധവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിനുണ്ടായ
മാറ്റങ്ങൾ, അദ്ദേഹം ചെയ്ത പ്രവർത്തനങ്ങൾ, ശാസനങ്ങൾ ഉണ്ടാക്കിയത്, ധമ്മമഹാമാത്രാസൻ നിയമിച്ചത്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ബുദ്ധമതത്തിൻ്റെ പ്രോത്സാഹനത്തിന് വേണ്ടി അദ്ദേഹം ചെയ്ത പ്രവർത്തനങ്ങളാണ്. പിന്നീട് അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ ബുദ്ധമത സമ്മേളനം അദ്ദേഹം പാടലിപുത്രയിൽ വിളിച്ചു ചേർത്തിട്ടുണ്ട്. അപ്പം ഇങ്ങനെയുള്ള കുറേ കാരണങ്ങളാണ് ബുദ്ധമതത്തിൻ്റെ പ്രോത്സാഹനത്തിന് വേണ്ടി അശോകൻ ചെയ്തിട്ടുള്ളത്. പിന്നെ അശോകൻ്റെ ധമ്മനയം ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ്. അതാണ് യഥാർത്ഥത്തിൽ അശോകനെ മഹാനായ ഒരു ചക്രവർത്തിയാക്കി മാറ്റുന്നത്. ഓക്കെ, താങ്ക് യു.